ഇടുക്കി രൂപത അൾത്താരബാല സംഗമം അവിസ്മരണീയമായി. ആദ്യമായാണ് രൂപതാ തലത്തിൽ അൾത്താരബാലന്മാരെ ഒരുമിച്ച് ചേർക്കുന്നത്. രൂപത ചെറുപുഷ്പം മിഷൻ ലീഗിന്റെയും വൊക്കേഷൻ ബ്യൂറോയുടെയും നേതൃത്വത്തിലാണ് ബാലസംഗമം സംഘടിപ്പിച്ചത്. രൂപതയുടെ 6 കേന്ദ്രങ്ങളിലായി നടത്തിയ സംഗമത്തിൽ വിവിധ ഇടവകകളിൽ നിന്നായി 850-ലധികം അൾത്താരബാലന്മാർ സംഗമിച്ചു. അടിമാലി, കരിമ്പൻ, മുരിക്കാശ്ശേരി, ആനച്ചാൽ, ഇരട്ടയാർ, വെള്ളയാംകുടി എന്നീ കേന്ദ്രങ്ങളിലായിരുന്നു അൾത്താരബാല സംഗമം നടന്നത്. വൈദികരും വൈദിക വിദ്യാർത്ഥികളും സന്യസ്തരും അൽമായരും അടങ്ങുന്ന 50ഓളം വരുന്ന പരിശീലകർ വിവിധ കേന്ദ്രങ്ങളിലെ സംഗമങ്ങൾക്ക് നേതൃത്വം നൽകി. വിശുദ്ധ കുർബാനയിൽ തങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകളെക്കുറിച്ചും അവയുടെ ശ്രേഷ്ഠതയെക്കുറിച്ചും അവരെ ബോധ്യപ്പെടുത്തി. ആരാധനക്രമ ശുശ്രൂഷകളിൽ തങ്ങൾ നടത്തുന്ന ശുശ്രൂഷകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയും ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ ഇടങ്ങളിൽ വ്യാപരിക്കുന്ന അവർ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട വിശുദ്ധിയെക്കുറിച്ച് അവബോധം ഉളവാക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഈ സംഗമത്തിൻ്റെ ലക്ഷ്യം. അൾത്താരബാലന്മാരുടെ ഇത്തരം സംഗമങ്ങൾ തുടർന്നും നടത്തുമെന്നും ഇത്തരം കൂട്ടിച്ചേരലുകൾ അവരെ സഭയോടും വിശ്വാസ കാര്യങ്ങളോടും ചേർന്ന് നിൽക്കാൻ പ്രേരിപ്പിക്കുമെന്നും നല്ല ദൈവവിളികൾ വളർന്നു വരുവാൻ ഇത് ഇടയാക്കുമെന്നും ഇടുക്കി രൂപത മെത്രാൻ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. ക്ലാസുകളിലും പ്രവർത്തനങ്ങളിലും ആരാധനയിലും സജീവമായി പങ്കെടുത്ത് ഉത്സാഹത്തോടെയാണ് അൾത്താരബാലന്മാർ തിരികെ മടങ്ങിയത്. ക്രിസ്തുജ്യോതി വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ഐക്കര, വൊക്കേഷൻ ബ്യൂറോ ഡയറക്ടർ ഫാദർ അമൽ മണിമലക്കുന്നേൽ, മിഷൻ ലീഗ് രൂപത പ്രസിഡന്റ് സെസിൻ ജോസ്, സിസ്റ്റർ സ്റ്റാർലെറ്റ് CMC, ഫാദർ ജെയിംസ് കാവുങ്കൽ, ഫാദർ അമൽ തണോലിൽ, ഫാദർ ജോബി പുളിക്കക്കുന്നേൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.